ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഉത്തര മലബാറിലെ തെയ്യക്കോലങ്ങളുടെ കൂട്ടത്തിൽ ഗുളികൻ തെയ്യത്തിന് തന്നെ വലിയൊരു വിഭാഗമുണ്ട്. മന്ത്രമൂർത്തി എന്ന നിലയിലും മാന്ത്രികമൂർത്തി എന്ന നിലയിലും ഗുളികൻ തെയ്യത്തിന് പ്രാധാന്യമുണ്ട്. അതായത് മന്ത്രമൂർത്തി എന്ന നിലയിൽ തെയ്യക്കളത്തിലൊട്ടേറെ ഗുളികൻ തെയ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മാന്ത്രികാനുഷ്ഠാനങ്ങളിലും കുറേയധികം ഗുളികൻ തെയ്യങ്ങളുടെ ആട്ടമുണ്ട്. തെക്കൻ ഗുളികൻ, വടക്കൻ ഗുളികൻ, അതുപോലെ കാരഗുളികൻ, കരിങ്കുളികൻ, ഇങ്ങനെ കുറേ തെയ്യങ്ങൾ തെയ്യക്കളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അകനാൾ ഗുളികൻ, മാരണ ഗുളികൻ, ഉമ്മിട്ട ഗുളികൻ തുടങ്ങിയ കുറേ ഗുളികൻ മാന്ത്രികാനുഷ്ഠാനത്തിലുണ്ട്. തെയ്യം കാണാൻ പോയാൽ ആരും തന്നെ ഗുളികൻ തെയ്യത്തെ മറക്കയില്ല. കാരണം മറ്റൊന്നുമല്ല, മറ്റ് തെയ്യങ്ങളെല്ലാം അതാത് സ്ഥാനങ്ങളിൽ തൻ്റെ തട്ടകങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും ആടുകയും ചെയ്യുമ്പോൾ ഗുളികൻ തെയ്യത്തിന് അങ്ങനെ പ്രത്യേകിച്ച് തട്ടകമില്ല. തെയ്യക്കളത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുപാടും എല്ലാം തന്നെ ഈ തെയ്യം ഓടുകയും എല്ലാവരോടും കൂടി നിൽക്കുന്ന എല്ലാവരോടും സംസാരിക്കുകയും അവരെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ തെയ്യത്തെ ആരും മറക്കാനിടയില്ല. ചില സന്ദർഭങ്ങൾ കാണാൻ തെയ്യക്കളം വിട്ട് നേരെ റോഡിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഓടുന്നത് കാണാം. തെയ്യത്തിൻ്റെ പുറകെ തന്നെ കുട്ടികൾ ഓടുന്നുണ്ടാവും. തെയ്യം കുറേ സമയം ഓടിക്കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞൊരു നിർത്തുണ്ട്. ആ സമയത്ത് കുട്ടികളെല്ലാം പിന്തിരിഞ്ഞോടും. എന്തായാലും തെയ്യക്കളത്തിലെ ഒരു മൂർത്തി എന്നതിലപ്പുറം കുട്ടികളുമായിട്ടൊക്കെ ചിരിക്കുകയും കളിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ചില സമയത്ത് ഭയപ്പെടുത്തുകയും അതിലുപരിയായിട്ട് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തെയ്യക്കോലമാണ് ഗുളികൻ തെയ്യം. ഇത്രയൊക്കെ ധർമ്മം തെയ്യത്തിനുണ്ടെങ്കിലും അതിലെല്ലാം അപ്പുറം ഈ തെയ്യത്തിന് മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. എല്ലാവിധ ദോഷങ്ങളെയും അകറ്റിക്കളയുന്ന, ഉച്ചാടനം ചെയ്യുന്ന ഒരു ദേവനാണ് ശരിക്കും ഗുളികൻ തെയ്യം. അതുകൊണ്ടാണ് ഗുളികൻ തെയ്യം മാന്ത്രികമൂർത്തിയായും അറിയപ്പെടുന്നത്. കണ്ണാർ ദോഷങ്ങളും ബാധാദോഷങ്ങളൊക്കെ നീക്കിക്കളയുന്ന ചടങ്ങുകളുണ്ടല്ലോ മന്ത്രവാദത്തിൽ. ആ സമയത്ത് ഗുളികനെ കെട്ടിയാടും. കുടുംബത്തിലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് മൊത്തമായിട്ടോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഗുളികനെ കെട്ടിയാടിച്ചു കഴിഞ്ഞാൽ എല്ലാം നീങ്ങി എന്നാണ് നാട്ടുംപുറത്തുകാരുടെ വിശ്വാസം. മറ്റ് ഗുളികൻ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ധർമ്മങ്ങൾക്കെല്ലാം അപ്പുറം പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തെയ്യമാണ് തെക്കൻ ഗുളികൻ. തെക്കൻ ഗുളികൻ്റെ അഭ്യാസ പ്രകടനങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഉയരമുള്ള മുടി അണിഞ്ഞുകൊണ്ടാണ്, മറ്റണിയലങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് തെയ്യം പീഠത്തിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ വീഴ്ച വീഴുന്നത് നോക്കുക. അതാകട്ടെ ഒന്നല്ല, പലതവണ. പ്രധാനമായും കുരുത്തോലയും മുളയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുടി നിർമ്മിക്കുന്നത്. പരദേവതയുടെ മുടി പോലെ അത്ര ഭാരമില്ലെങ്കിലും കൂടി ഇത്രയും ഉയരമുള്ളത് കൊണ്ട് തന്നെ കാറ്റിൻ്റെ ഗതിയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആടുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ദൗത്യം തന്നെയാണ്. അതിലുപരി ഈ മുടി ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് തെയ്യക്കോലമായ ഗുളികൻ തെയ്യത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഗുളികൻ തെയ്യം അല്ലെങ്കിൽ ഗുളികൻ്റെ ആട്ടം ഒന്നും ഒട്ടും ഗൗരവപ്രധാനമല്ല, ഹാസ്യപ്രധാനമാണ്. ഈ ഹാസ്യത്തെ പൊലിപ്പിക്കുന്ന വിധത്തിലാണ് തെയ്യത്തിൻ്റെ അഭ്യാസ പ്രകടനവും. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തെയ്യം മുടിയോടുകൂടി ഒറ്റ വീഴ്ചങ്ങ് വീഴാണ്. ഇതിനെല്ലാം അപ്പുറം തെയ്യം പൊയ്ക്കാലിൽ വെച്ചിട്ടൊരു നടത്തം കൂടി ഉണ്ട്. അത് ജനങ്ങളെ അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ കുറേയധികം അഭ്യാസങ്ങൾ കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും മറ്റു തെയ്യക്കോലങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു തെയ്യമാണ് തെക്കൻ ഗുളികൻ. തെയ്യത്തിൻ്റെ കെട്ടുകാഴ്ചയും ആട്ടത്തിൻ്റെ വ്യതിരിക്തതയും പ്രത്യേകതകളും എല്ലാം കൊണ്ടും ഓരോ തെയ്യവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. മറ്റൊരു കലാരൂപത്തിലും കാണാത്തത്രയും വൈവിധ്യതയുള്ള ഒരു മേഖലയാണ് ശരിക്കും തെയ്യത്തിൻ്റെ ലോകം. ഉത്തര മലബാറിൻ്റെ അഭിമാനമായ തെയ്യങ്ങളെക്കുറിച്ച് അറിവുള്ളതും പറഞ്ഞതും കുറച്ച് മാത്രം. പറയാനുള്ളതാവട്ടെ ഒരുപാടാണ്. തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക. അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.